തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ആ KSRTC ബസ്സിൽ അന്ന് വലതുകാൽ വെച്ച് കയറുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ആ യാത്ര എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന്. നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കാണാം പുതുലോകം. സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറക്കുന്നു. വിദേശ ചിത്രത്തിന് പ്രദർശനാനുമതി. കേരള സ്റ്റോറി 2 റിലീസ് ചെയ്യും. സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ. കേരളത്തിലെ ആശുപത്രികൾ അത്ഭുതപ്പെടുത്തി അനുഭവം പങ്കുവെച്ച് റഷ്യൻ യുവതി. കേരള സ്റ്റോറി 2 വാദം കേട്ട ജഡ്ജിയെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. തിളക്കത്തോടെ KSRTC. ഹൃദയസ്പർശിയായ ഓർമ്മയുമായി മോഹൻലാൽ. പരസ്യ ചിത്രം പുറത്ത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. ദാതാവിനും രോഗിക്കും റോബോട്ടിക് ശസ്ത്രക്രിയ. വൃക്ക മാറ്റിവെക്കലിന് ഇന്ത്യയിൽ പുതുചരിത്രവുമായി കിം ശ്രീചാന്ദ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വിദ്വേഷ ചിത്രത്തിന് പ്രദർശന അനുമതി. കേരള സ്റ്റോറി 2 റിലീസ് ചെയ്യും. സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ. കേരളത്തിൻ്റെ മതസൗഹാർദ്ദവും സാമൂഹിക കെട്ടുറപ്പും തകർക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന സിനിമയ്ക്ക് പ്രദർശന അനുമതി. ചിത്രത്തിൻ്റെ റിലീസ് തടഞ്ഞ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററിൽ റിലീസ് ചെയ്യാനിരിക്കെയാണ് വ്യാഴാഴ്ച ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് 15 ദിവസത്തേക്ക് പ്രദർശന അനുമതി തടഞ്ഞത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിന് പിന്നാലെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി പരിഗണിക്കാൻ വ്യാഴാഴ്ച തന്നെ രാത്രി ഡിവിഷൻ ബെഞ്ച് പ്രത്യേക സിറ്റിംഗ് ചേർത്തിരുന്നു. പൊതു താൽപ്പര്യ ഹർജി എങ്ങനെയാണ് സിംഗിൾ ബെഞ്ചിന് പരിഗണിക്കാൻ കഴിയുക എന്ന ചോദ്യം ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചിരുന്നു. എന്നാൽ കേരളത്തെയും മുസ്ലിം മതവിഭാഗത്തെയും മോശമായി ചിത്രീകരിക്കുന്ന സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് കോടതിയിൽ നിന്ന് പരാമർശം ഉണ്ടായില്ല. സമൂഹത്തിൽ വിദ്വേഷമുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ പാടില്ലെന്ന കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ സെൻസർ ബോർഡ് അവഗണിച്ചെന്ന് സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയിരുന്നു. സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചത് ചോദ്യം ചെയ്ത് ശ്രീദേവ് നമ്പൂതിരി, അതുൽ റോയ്, ഫ്രെഡ്രിക്സ് വി ഫ്രാൻസിസ് തുടങ്ങിയവരാണ് ഹർജി നൽകിയത്. തിളക്കത്തോടെ KSRTC. ഹൃദയസ്പർശിയായ ഓർമ്മയുമായി മോഹൻലാൽ. പരസ്യചിത്രം പുറത്ത്. വരുമാന നേട്ടവുമായി തിളക്കത്തോടെ കുതിക്കുന്ന KSRTCയുടെ പുതിയ പരസ്യചിത്രം പുറത്ത്. നടൻ മോഹൻലാൽ തൻ്റെ ഹൃദയസ്പർശിയായ അനുഭവം പങ്കുവെക്കുന്ന വീഡിയോ ആണ് പുറത്തിറങ്ങിയത്. മോഹൻലാലിൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ പുറത്ത് വിട്ടത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമയിൽ അവസരം തേടി KSRTCയിൽ തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലേക്ക് പോയ മോഹൻലാലിൻ്റെ ഓർമ്മകൾ പറഞ്ഞാണ് ഹ്രസ്വ ചലച്ചിത്രം ആരംഭിക്കുന്നത്. ശുഭയാത്രകൾ സമ്മാനിക്കാൻ മലയാളിക്കൊപ്പം KSRTC എന്നെന്നും ഉണ്ടാവട്ടെയെന്നും മോഹൻലാൽ പറയുന്നു. മോഹൻലാൽ അഭിനയിച്ച ഹ്രസ്വ ചലച്ചിത്രം പ്രിയദർശനാണ് സംവിധാനം ചെയ്തത്. മലയാളിയുടെ ഗൃഹാതത്വത്തിൻ്റെ അടയാളമായ KSRTC ഇന്നത്തെ യുവതലമുറയ്ക്കും പ്രചോദനകരമായ രീതിയിൽ അവതരിപ്പിച്ച് പൊതുഗതാഗതത്തിൻ്റെ വിശ്വാസ്യതയും സാമൂഹിക ഉത്തരവാദിത്വവും മാനവികതയും അടയാളപ്പെടുത്തുകയാണ് ചിത്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ആ KSRTC ബസ്സിൽ അന്ന് വലതുകാൽ വെച്ച് കയറുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ആ യാത്ര എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം തേടിപ്പോവുകയായിരുന്നു ഞാൻ. യാത്രകളുടെ വിരസത മാറ്റാൻ കൂടെയുള്ള യാത്രക്കാരുടെ അനക്കങ്ങളും ഭാവങ്ങളും ശ്രദ്ധിക്കുക, അവരുടെ മനസ്സിനുള്ളിൽ എന്താവും എന്നൊക്കെ വെറുതെ ചിന്തിക്കുക എന്നൊരു സ്വഭാവം അന്നും എനിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം ഞാൻ അറിയാതെ പഠിച്ച അഭിനയകലയുടെ ആദ്യ പാഠം. ആലപ്പുഴ ബസ് ഡിപ്പോയിലിറങ്ങി നവോദയ സ്റ്റുഡിയോയിലേക്ക് നടക്കുമ്പോൾ ആ ആനവണ്ടിയും അതിലെ മനുഷ്യനും എനിക്ക് ആശംസ പറയുന്ന പോലെ തോന്നി. അഭിനയ പരീക്ഷ കഴിഞ്ഞ് ഞാൻ മടങ്ങിയതും പ്രിയപ്പെട്ട ആനവണ്ടിയിൽ തന്നെ. പോയ ഞാനല്ലായിരുന്നു തിരിച്ചു വന്നത്. പിന്നീടുള്ള മോഹൻലാലിൻ്റെ ജീവിതം എന്നേക്കാൾ നിങ്ങൾക്കറിയാം. എൻ്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെ ചിഹ്നം വിളിച്ചെത്തിയ ആനവണ്ടി, നിനക്ക് നന്ദി. ഇതുപോലുള്ള ശുഭയാത്രകൾ സമ്മാനിക്കാൻ മലയാളിക്കൊപ്പം KSRTC എന്നെന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരള സ്റ്റോറി 2 വാദം കേട്ട ജഡ്ജിയെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരിയെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചു.
നിലവിലെ ചീഫ് ജസ്റ്റിസ് മനീന്ദ്ര മോഹൻ ശ്രീവാസ്തവ മാർച്ച് 5 വിരമിക്കും. മാർച്ച് 6 മുതൽ ജസ്റ്റിസ് ധർമാധികാരി ചുമതലയേൽക്കും. വിവാദമായ ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന സിനിമയുടെ റിലീസ് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയുള്ള അപ്പീൽ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ചിൽ ജസ്റ്റിസ് ധർമാധികാരി അംഗമായിരുന്നു. 1966 റായ്പൂരിലാണ് ജസ്റ്റിസ് ധർമാധികാരിയുടെ ജനനം. നാഗ്പൂർ സർവകലാശാലയിൽ നിന്നും നിയമബിരുദം നേടി മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായാണ് പ്രാക്ടീസ് ആരംഭിച്ചത്. ആദായ നികുതി വകുപ്പ്, RBI എന്നിവർക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട്. 2016 മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ജഡ്ജിയായി. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് കേരള സിനിമ വർഗീയ സംഘർഷത്തിന് കാരണമായാൽ സർക്കാർ നോക്കിക്കൊള്ളുമെന്ന് ഡിവിഷൻ ബെഞ്ച് കേരളത്തെയും മുസ്ലിം മതവിഭാഗത്തെയും മോശമായി ചിത്രീകരിക്കുന്ന ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന സിനിമയുടെ റിലീസ് കാരണം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ നോക്കേണ്ടത് സർക്കാരിന്റെ കടമയെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. എല്ലാ വശങ്ങളും കണക്കിലെടുത്ത് സിനിമ പൂർണ്ണമായും കണ്ട ശേഷമാകും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയത്. അതിനാൽ സിനിമയുടെ ടീസറുകളും ട്രെയിലറുകളും മാത്രം കണ്ടുകൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന് സിംഗിൾ ബെഞ്ച് നിഗമനത്തിലെത്തിയത് അംഗീകരിക്കാനാവില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. രാജ്യത്തെ ആദ്യ ഡിസൈൻ മൃഗശാലയായ തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ ഇനി പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാം. പ്രകൃതിയോടൊപ്പം നടക്കാനും വന്യജീവികളോടും ലോകം അടുത്തറിഞ്ഞ് അനുഭവിക്കാനും പുതു വൈഭവത്തോടെ പാർക്ക് സജ്ജമായി. ശനി രാവിലെ 8 മണിക്ക് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആദ്യ സന്ദർശകരാകും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും പ്രവേശന സമയം. മറ്റു മൃഗശാലകളെ പോലെ തന്നെ തിങ്കളാഴ്ചകളിൽ സുവോളജിക്കൽ പാർക്കിന് അവധിയായിരിക്കും. മുതിർന്നവർക്ക് 100 രൂപയും 5 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50 രൂപയും ഭിന്നശേഷിക്കുള്ള വ്യക്തികൾക്ക് പ്രവേശനം സൗജന്യവുമായിരിക്കും. ഹെഡ് മാസ്റ്ററുടെയോ പ്രിൻസിപ്പലിന്റെയോ അനുമതിയോടെ സ്കൂൾ യൂണിഫോമിൽ ഗ്രൂപ്പായി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇളവോടുകൂടിയുള്ള പാക്കേജുകൾ ഒരുക്കിയിട്ടുണ്ട്. കിൻഡർ ഗാർട്ടൻ, LKG, UKG തുടങ്ങി 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പ്രവേശനം സൗജന്യമായിരിക്കും. 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് 30 രൂപ നിരക്കിലും 20 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അല്ലെങ്കിൽ ജീവനക്കാരൻ എന്ന നിലയിൽ 30 രൂപയ്ക്ക് പ്രവേശനം അനുവദിക്കും. ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിങ്ങിനായി 25 രൂപയും ഓട്ടോറിക്ഷകൾക്ക് 30 രൂപയും കാർ അല്ലെങ്കിൽ ജീപ്പ് എന്നിവയ്ക്ക് 100 രൂപയും 32 സീറ്റുകൾ വരെയുള്ള വാൻ അല്ലെങ്കിൽ ടെമ്പോ അല്ലെങ്കിൽ മിനി ബസ് എന്നിവയ്ക്ക് 175 രൂപയും ബസ്സുകൾക്ക് 250 രൂപയും ടിക്കറ്റ് ചാർജ് നൽകണം. സിറ്റിൽ ക്യാമറകൾക്ക് 350 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 750 രൂപയും ക്ലോക്ക് റൂമിന് 25 രൂപയുമാണ് ടിക്കറ്റ് നിരക്കായി നിശ്ചയിച്ചിട്ടുള്ളത്. സുവോളജിക്കൽ പാർക്കിനകത്തെ യാത്രക്കായി KSRTCയുടെ 2 ഇലക്ട്രിക്കൽ ബസ്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ നോൺ AC ബസ്സുകൾക്ക് മുതിർന്നവർക്ക് 50 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 25 രൂപയും ടിക്കറ്റ് നിരക്ക്. ചക്രവാത ചുഴി സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ മാർച്ച് 3 വരെ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകളും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ പൊതുജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകുമെന്നില്ല. അതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിലെ ആശുപത്രികൾ അത്ഭുതപ്പെടുത്തി. അനുഭവം പങ്കുവെച്ച് റഷ്യൻ യുവതി. കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ കണ്ട് റഷ്യക്കാരി നഥാലി അത്ഭുതപ്പെടുകയാണ്.
ശസ്ത്രക്രിയ മുറിയിൽ ടെൻഷൻ അടിച്ചപ്പോൾ റഷ്യൻ ഗാനങ്ങൾ കേൾപ്പിച്ച് കൂളാക്കി ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ആതിഥ്യ മര്യാദ ഉൾപ്പെടെ 100 കാര്യങ്ങളുണ്ട് നതാലിയിലേക്ക് ലോകത്തോട് പറയാൻ. സ്കൂട്ടറിൽ നിന്നും വീണ് കൈക്കുണ്ടായ പരിക്കുമായാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നതാലിയ എത്തിയത്. ആശുപത്രിയിലെ സൗജന്യ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചരണവും യുവതിയുടെ ഹൃദയം കവർന്നു. തൃക്കരിപ്പൂർ ചേതന യോഗ സെന്ററിൽ സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ നടത്തുന്ന യോഗ പരിശീലന ഡിപ്ലോമ കോഴ്സ് വിദ്യാർത്ഥിനിയാണ് ഈ യോഗ ഗവേഷക. കേരളത്തിൽ ഈ കോഴ്സിനെത്തിയ ഏക വിദേശ വിദ്യാർത്ഥിനിയാണ് ഇവർ. തൃക്കരിപ്പൂർ വലിയ പറമ്പിലാണ് താമസം. സുഹൃത്തിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ വീണാണ് ഇടതു കൈക്ക് പരിക്കേറ്റത്. ആദ്യ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും ശസ്ത്രക്രിയക്കായി 80,000 രൂപയിലധികം വേണ്ടിവരുമെന്ന് അറിയിച്ചു. ഇതേ തുടർന്ന് കഴിഞ്ഞ 10-ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പരിശോധനകൾക്കു ശേഷം അടിയന്തര ശസ്ത്രക്രിയ നടത്തി. കൈത്തണ്ട ഒടിഞ്ഞതിനുള്ള ഓപ്പൺ റിഡക്ഷൻ ഇന്റർനാഷണൽ ഫിക്സേഷൻ ശസ്ത്രക്രിയക്ക് വിധേയായ യുവതി 6 ദിവസത്തിന് ശേഷം ആശുപത്രി വിട്ടു. ശസ്ത്രക്രിയക്ക് മുൻപ് ആയുള്ള ആധുനിക പരിശോധനകളും അവയുടെ രീതികളും എന്നെ അത്ഭുതപ്പെടുത്തി. പ്രൊഫഷണൽ വൈദഗ്ധ്യമുള്ള ചികിത്സയും പരിചരണവും ലോകത്തിന് മാതൃകയാണ്. ബന്ധുക്കളാരും ഒപ്പമില്ലാതെ മറ്റൊരു രാജ്യത്ത് കഴിയുന്നയാളാണ് ഞാൻ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കയ്യിൽ അധികം പണമില്ല. ഡോക്ടർമാരും നഴ്സുമാരും അലിവോടെയാണ് എന്നോട് പെരുമാറിയത്. അത് ഏറെ ആശ്വാസവും ആത്മവിശ്വാസവും നൽകി. നതാലിയയുടെ വാക്കുകളിൽ മാറിയ കേരളത്തിന്റെ ചിത്രം തെളിയുന്നു. തുടർ ചികിത്സയ്ക്കായി വ്യാഴാഴ്ചയും യുവതി ആശുപത്രിയിൽ എത്തിയിരുന്നു. വളരെ ചുരുങ്ങിയ പണം മാത്രമാണ് നതാലിയയ്ക്ക് ചെലവായത്. ഇത്തരം ശസ്ത്രക്രിയക്ക് റഷ്യ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ ചെലവുണ്ടെന്ന് നതാലിയ പറയുന്നു. കൃത്യസമയത്ത് വിദഗ്ധ ചികിത്സ നൽകിയതിനാൽ നതാലിയ വേഗം സുഖം പ്രാപിച്ചു വരുന്നതായി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് പറഞ്ഞു. നതാലിയെ ചികിത്സ ഓർത്തോ വിഭാഗം ഡോക്ടർമാർ, മറ്റ് ജീവനക്കാർ എന്നിവരെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് അഭിനന്ദിച്ചു. തോട്ടട ESI ആശുപത്രിയിലെ ICU മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തോട്ടട ESI ആശുപത്രിയിലെ അത്യാധുനിക ലെവൽ 1 ICU രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കാസർകോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തോട്ടട ESI ആശുപത്രി ആശ്രയമാണെന്നും തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇത് വലിയൊരു മുതൽക്കൂട്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നതിനായി 20 ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷയായി. നാടമുറിക്കൽ കർമ്മം നിർവഹിച്ചു. ESI ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ പരിമിതമായ സാഹചര്യം കണക്കിലെടുത്ത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ICUകൾ സജ്ജമാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. തോട്ടടയിൽ ഈ സംവിധാനം വരുന്നതോടെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാതെ തന്നെ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കും. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ഡോക്ടർ വെ സിനി പ്രിയദർശിനി, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പ് ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ CS അജിത, BMS സംസ്ഥാന സമിതി അംഗം P കൃഷ്ണൻ, കണ്ണൂർ ESI കോർപ്പറേഷൻ ബ്രാഞ്ച് മാനേജർ P സത്മ, തോട്ടട ESI ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു ശ്രീനിവാസൻ, യൂണിയൻ പ്രതിനിധികളായ C കൃഷ്ണൻ, VV ശശീന്ദ്രൻ, M ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. പെരുവമ്പറമ്പ് കല്ലുവൽ നെല്ലിക്കാമ്പൊയിൽ റോഡ് നാടിന് സമർപ്പിച്ചു. നവീകരിച്ച പെരുവമ്പറമ്പൽ കല്ലുവൽ നെല്ലിക്കാമ്പൊയിൽ റോഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 60% റോഡുകൾ ഉന്നത നിലവാരത്തിലെത്തുവാൻ കഴിഞ്ഞെന്നും പശ്ചാത്തല വികസനത്തിൽ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ സർക്കാരിനായെന്നും മന്ത്രി പറഞ്ഞു. ഭാവി കേരളത്തിന് മുതൽക്കൂട്ടാകുന്ന ദേശീയപാത പൂർത്തിയാക്കുകയാണ്. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. സ്വപ്നതുല്യമായ ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ ജനങ്ങളുടെ സഹകരണം ഇനിയും ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. കല്ലുവയൽ സെന്റ് ആന്റണീസ് പള്ളി പരിസരത്ത് നടന്ന പരിപാടിയിൽ KK ശൈലജ ടീച്ചർ MLA അധ്യക്ഷയായി. ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. അഡ്വക്കേറ്റ് സജി ജോസഫ് MLA മുഖ്യ അതിഥിയായി.
തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയെയും ഉളിക്കൽ ഇരിട്ടി റോഡിനെയും ബന്ധിപ്പിക്കുന്ന 6 കിലോമീറ്റർ റോഡ് 31 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. നിലവിലുണ്ടായിരുന്ന വീതി കുറഞ്ഞ റോഡാണ് 10 മീറ്റർ വീതിയിൽ നവീകരിച്ചത്. റോഡ് നവീകരണത്തിനായി നാട്ടുകാർ സൗജന്യമായാണ് സ്ഥലം വിട്ടു നൽകിയത്. പാർശ്വഭിത്തിയും ആവശ്യമായ സ്ഥലങ്ങളിൽ കൾവർട്ടുകളും ട്രാഫിക് സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 7 മീറ്റർ വീതിയിൽ മെക്കാഡം ടാറിങ്ങും പൂർത്തിയാക്കിയിട്ടുണ്ട്. പേരാവൂർ, ഉളിക്കൽ, മട്ടന്നൂർ മണ്ഡലങ്ങളുടെ കടന്നുപോകുന്ന റോഡ് നവീകരിച്ചതോടെ പ്രദേശവാസികളുടെ കാലങ്ങളായുള്ള യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത്. KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ പി സനില റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സുലേഖ, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സരള, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ശ്രീജ, അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ, സി സജ്ജി സണ്ണി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബോബി അണച്ചേരിയിൽ, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബി ഷംസുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രഭാകരൻ, ലിസാമ വർഗീസ്, പ്രസന്ന ദാസ്, KV രാധാകൃഷ്ണൻ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി ഷിനോജ്, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരിയാൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ TK റോജി എന്നിവർ പങ്കെടുത്തു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. KSU ഗുണ്ട ആക്രമണത്തിൽ പരിക്കേറ്റ് കണ്ണൂർ മെഡിക്കൽ കോളേജ് ചികിത്സയിൽ ആയിരുന്ന മന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. വ്യാഴാഴ്ച രാത്രിയോടെ ആരോഗ്യനില മെച്ചപ്പെട്ടിരുന്നു. രക്തസമ്മർദ്ദം സാധാരണ നിലയിലേക്ക് വരുന്നതായും മെഡിക്കൽ കോളേജ് ബോർഡ് വിലയിരുത്തി. ഇതോടെ പുലർച്ചെ 4-ന് മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. മന്ത്രി പരിയാരത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു വരുന്നു. രാവിലെ തന്നെ ഇതുവരെയുള്ള വനിതാ മന്ത്രിമാർക്കൊന്നും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ആക്രമണമാണ് വീണ ജോർജ് നേരെ ഉണ്ടായത്. അതും വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കെ മന്ത്രി രാജിവെക്കണമെന്ന ബാലിശവാദത്തിൽ. എന്നാൽ ഇത്രയും ഗൗരവതരമായ ആക്രമണം ഉണ്ടായിട്ടും മാധ്യമങ്ങളേറെയും അതിനെ അവതരിപ്പിക്കുന്നത് കൃത്യമായ അജണ്ടയോടെ കൂടിയായിരുന്നു. ഇന്ത്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ രംഗത്ത് പുതുചരിത്രം കുറിച്ച് കിംസ് ശ്രീചന്ദ് ആശുപത്രി. ദാതാവിനും രോഗിക്കും റോബോട്ട് ഉപയോഗിച്ച് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരേ സമയം വിജയകരമായി പൂർത്തിയാക്കി. രാജ്യത്ത് ആദ്യമായാണ് ഇരുവർക്കും റോബോട്ട് ഉപയോഗിച്ചുള്ള ഹൈബ്രിഡ് ടോട്ടൽ റോബോട്ടിക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കുന്നത്. റോബോട്ട് ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ ആയതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇരുവരും ആരോഗ്യത്തിലേക്ക് എത്തി എന്നത് പ്രത്യേകതയാണ്. ലെപ്രോസ്കോപ്പിക് സർജറിയുടെ ചെലവിൽ എനിക്കും ശ്രീചന്ദിൽ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യാനാകും. രോഗിയെപ്പോലെ വൃക്ക ദാതാവിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതാണ് ഈ നൂതന ശസ്ത്രക്രിയയുടെ പ്രത്യേകത. ദക്ഷിണേന്ത്യയിൽ തന്നെ റോബോട്ടിക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ അഗ്രഗണ്യനായ ഡോക്ടർ മോഹൻ കേശവമൂർത്തി, ഡോക്ടർ കാർത്തിക് റാവു, ഡോക്ടർ അമൽ ജോർജ്, ഡോക്ടർ സൂരജ് ജയദേവ് റെഡ്ഡി, നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ടോം ജോസ് കാക്കനാട്, ഡോക്ടർ പ്രിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വലിയ മെഡിക്കൽ ടീമിൻ്റെ സഹായത്തോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. അതിനൂതനമായ മെഡ്ബോട്ട് റോബോട്ടിക് സിസ്റ്റവും ഡാവിഞ്ചി റോബോട്ടിക് സിസ്റ്റവുമാണ് ശസ്ത്രക്രിയക്കായി ഉപയോഗിച്ചത്. ചെറിയ മുറിവിലൂടെ വൃക്ക മാറ്റിവെക്കൽ നടത്തുവാൻ കഴിയുന്നുവെന്നതാണ് റോബോട്ടിക് ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയയുടെ പ്രത്യേകത. കൂടാതെ രക്തസ്രാവം വളരെ കുറവായിരിക്കും. രോഗിക്ക് വേദനയും അണുബാധയും ആശുപത്രിവാസവും കുറയ്ക്കാനും സാധിക്കും. ആധുനിക ചികിത്സ സാധാരണ ജനങ്ങൾക്കും ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കിംസ് ക്ലസ്റ്റർ CEO ഫർഹാൻ യാസിൻ പറഞ്ഞു. നെല്ലിയാമ്പതി വിനോദയാത്രയുമായി KSRTCയുടെ കണ്ണൂർ പയ്യന്നൂർ യൂണിറ്റ് ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് 6-ന് 2 ദിവസത്തെ നെല്ലിയാമ്പതി വിനോദയാത്ര സംഘടിപ്പിക്കുന്നു. കൽപ്പാത്തി, സീതർകുണ്ട്, ഓറഞ്ച് ഫാം, മലമ്പുഴ ഡാം, അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പോത്തുണ്ടി ഡാം, കേശവൻ പാറ എന്നിവയാണ് യാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെല്ലിയാമ്പതിയിലാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് 6-ന് രാത്രി 9 മണിയോടെ പയ്യന്നൂരിൽ നിന്നും പുറപ്പെട്ട് 9-ന് പുലർച്ചെ തിരിച്ചെത്തുന്ന വിധത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം ബുക്ക് ചെയ്യുന്ന 36 പേർക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് ബുക്കിങ്ങിനും 94 95 403 062 97 45 534 123. പൊതു റോഡുകളിൽ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, എഴുത്തുകൾ, പോസ്റ്ററുകൾ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി പൊതു റോഡുകളിൽ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, എഴുത്തുകൾ, വസ്തുക്കൾ തറയ്ക്കൽ, പോസ്റ്ററുകൾ പതിപ്പിക്കൽ തുടങ്ങിയ എല്ലാത്തരം പ്രവർത്തികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും
വിട്ട് നിൽക്കണമെന്നും അത്തരം പ്രവർത്തികൾ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം വരണാധികാരിയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ട പ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് സമയത്ത് റോഡുകളിൽ ചിഹ്നങ്ങൾ വരച്ച് വൃത്തികേടാക്കുന്നത് പതിവായി കാണാറുള്ളതാണ്. റോഡ് ഗതാഗതത്തിനും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇക്കാര്യത്തിൽ നിരുത്തരവാദിത്തപരമായ സമീപനമാണ് പലപ്പോഴും ഉണ്ടാകുന്നതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സർക്കുലറിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാതൃകാപരമായി നടത്തുന്നതിന് ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുടെയും സംവിധാനങ്ങളുടെയും പ്രവർത്തനങ്ങൾക്ക് പുറമെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണവും അത്യാവശ്യമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചൂണ്ടിക്കാട്ടി. വനിതാ കമ്മീഷൻ സിറ്റിംഗ് അദാലത്തിൽ 20 പരാതികൾ പരിഹരിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന അദാലത്തിൽ 74 കേസുകൾ പരിഗണിച്ചു. ഇതിൽ 20 എണ്ണം പരിഹരിച്ചു. 10 കേസുകൾ പോലീസ് റിപ്പോർട്ടിനായി, 4 എണ്ണം ജാഗ്രതാ സമിതിക്കും, 2 കേസുകൾ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കും കൈമാറി. 38 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി 3 പുതിയ പരാതികൾ ലഭിച്ചു. സ്ത്രീകളുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്ത് അന്ധവിശ്വാസവും ആഭിചാരവും സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിന് സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു. സമൂഹത്തിൽ ആഭിചാര പ്രവർത്തികൾ ചെയ്യുന്നവർ 2 കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ചൂഷണമാണ് ചെയ്യുന്നത്. ഇത്തരം സാമൂഹ്യ വിപത്തുകൾ തടയുന്നതിന് ശക്തമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു. അഭിഭാഷകരായ കെ പി ഷിമ്മി, ചിത്ര ശശിധരൻ, കൗൺസിലർ അശ്വതി രമേശൻ എന്നിവരും സിറ്റിംഗിൽ പരാതികൾ പരിഗണിച്ചു. മുണ്ടേരിക്കടവ് ഇക്കോ ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ട ഉദ്ഘാടനം മാർച്ച് 1 നടക്കും. തണ്ണീർത്തടത്തിൻ്റെയും പക്ഷികളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്ന മുണ്ടേരിക്കടവ് ഇക്കോ ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ട പദ്ധതിയാണ് മാർച്ച് 1 വൈകിട്ട് 6 മണിക്ക് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നത്. രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും. എം പിമാരായ കെ സുധാകരൻ, ഡോക്ടർ വി ശിവദാസൻ, പി സന്തോഷ് കുമാർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. ഇതിനെ അനുവദിച്ചുള്ള ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായുള്ള ഏകദിന ശില്പശാല നാളെ രാവിലെ 11 മണിക്ക് മുന്തേരി FHSC സെമിനാർ ഹാളിൽ നടക്കും. തദ്ദേശീയർക്കും വിനോദസഞ്ചാര മേഖലയിൽ താൽപ്പര്യമുള്ളവർക്കും ഗൈഡിംഗ്, പക്ഷി നിരീക്ഷണം, ഭക്ഷണം ഒരുക്കൽ, തണ്ണീർത്തടത്തിൻ്റെയും പക്ഷികളുടെയും സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകും. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ അഡ്വക്കേറ്റ് വിജയൻ, മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് CK റസീന, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു എന്നിവർ മുഖ്യ അതിഥികളാകും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.